അമേരിക്ക ഒരുപക്ഷെ ഇറാനിൽ കരയുദ്ധം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ഇപ്പോൾ അതിശക്തമായ രൂപത്തിലുള്ള അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ മലമുകളിലെല്ലാം ഇപ്പോൾ സൈനികർ FPV ഡ്രോണുകൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു കരയാക്രമണം ഉണ്ടെങ്കിലും അമേരിക്കൻ സൈനികരെ കാത്തിരിക്കുന്നത് അതിശക്തമായ പ്രതികരണങ്ങളായിരിക്കുമെന്നതാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. UAE അടക്കമുള്ള ചില രാഷ്ട്രങ്ങൾ അമേരിക്കയോട് ഇറാനിൽ ഗ്രൗണ്ട് ഫോഴ്സിനെ ഇറക്കി ആക്രമണം നടത്താനുള്ള സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വാർത്ത വരുന്നു. അതേ സമയത്ത് അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിനുള്ള സാധ്യത ഇറാൻ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിശീലനങ്ങളിലേക്ക് നീങ്ങുന്നത്. കാരണം വ്യോമാക്രമണങ്ങൾ മാത്രം നടത്തിയാൽ ഇറാൻ ശക്തമായ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തും. അതോടൊപ്പം തന്നെ ഇറാൻ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് കടലിടുക്കിന്റെ ആധിപത്യം അവരുടെ കയ്യിൽ തന്നെ നിലനിൽക്കും. ഇതെല്ലാം GCC രാഷ്ട്രങ്ങൾക്ക് പിന്നീട് വില നൽകേണ്ടി വരുന്ന പ്രതിസന്ധി ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു ആധിപത്യത്തിൽ നിന്ന് ഇറാനെ ഒരിക്കലും നിലനിർത്താൻ അനുവദിക്കരുത്. അതിന് അമേരിക്ക ഒരു ഗ്രൗണ്ട് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, കരയാക്രമണം നടത്തിയാൽ മാത്രമേ സാധ്യമാകൂ. അല്ലെങ്കിൽ അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ ഇറാൻ സാധിക്കുമെന്നതാണ് ഈ രാഷ്ട്രങ്ങൾ അമേരിക്കക്ക് മുന്നിൽ വെക്കുന്ന കാര്യം. എന്നാൽ ഇറാൻ ആവട്ടെ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് ഒരുങ്ങുകയാണെങ്കിൽ കരയിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നതോടൊപ്പം ശക്തമായ മുൻകൂർ ആക്രമണം നടത്തി അമേരിക്കയുടെ എല്ലാ നീക്കങ്ങളെയും പരാജയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. അമേരിക്കയുടെ അബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന എയർക്രാഫ്റ്റ് കാരിയർ, ഇത് ഇറാനിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ മാത്രം അകലെ ഒമാൻ കടലിൽ നിലനിൽക്കുന്നു. എന്നാൽ ഈ കപ്പലിന് എസ്കോർട്ടുകളൊന്നും കൂടെ ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ മിസൈലുകൾക്ക് ഇതിനെ ലക്ഷ്യമിടുക എന്നത് വളരെ എളുപ്പമായിരിക്കും. കാരണം ഇതിനോട് കൂടെ ഡിസ്ട്രോയറുകൾ ഇല്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ അമേരിക്കക്കെതിരെയുള്ള ആക്രമണത്തിൽ ഇതിനെതിരെയുള്ള ആക്രമണം ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഇറാനും അമേരിക്കയും സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടുന്നതിനപ്പുറം ഓരോ ചർച്ചകളും വലിയ ആക്രമണങ്ങളുടെ സ്റ്റെപ്പുകളായി, പടിപടികളായി മാറുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇറാൻ ഒരിക്കലും തന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അമേരിക്ക ആവട്ടെ അവരുടെ ലക്ഷ്യം സ്ഥാപിക്കാനുള്ള ശ്രമം പല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനൊന്നും വഴങ്ങാത്ത ഇറാനെ അമേരിക്കയും ഇസ്രയേലും എന്ത് ചെയ്യും എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.